ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ തട്ടിപ്പിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനം. കമ്പ്യൂട്ടർ വിദഗ്ധരെ അടക്കം സംഘത്തിൽ ഉൾപ്പെടുത്തും. ആസൂത്രണ ബോർഡിലെ 2019 PSC പരീക്ഷാ തട്ടിപ്പും SIT പരിശോധിക്കുന്നു. ചീഫ് തസ്തികകളിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. 2019 എഴുത്തു പരീക്ഷയിൽ പിന്നിലായ ഇടതു നേതാവിന് 1ാം റാങ്ക് ഉറപ്പാക്കാൻ അഭിമുഖത്തിൽ PSC നൽകിയത് 40-ൽ 38 മാർക്കാണ്. വിവരങ്ങളുമായി അനുരു അശോകൻ ചേരുന്നു. അനുരു, ഗുഡ് മോർണിംഗ്. PSC പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് PSCയിൽ നടക്കുന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രേക്ഷകരിലേക്ക് ഒരു വാർത്ത എത്തിച്ചത് ന്യൂസ് മലയാളമായിരുന്നു. അതിന് പിന്നാലെ എത്രയോ ക്രമക്കേടുകൾ അവിടെ നടന്നു എന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ അന്വേഷണ സംഘത്തെ വെച്ചപ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാർ തന്നെ നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ നടപടികൾ തുടങ്ങിയിരിക്കുന്നു, മൊഴിയെടുപ്പുകളുമായി തുടങ്ങിയിരിക്കുന്നു. ആ ഘട്ടത്തിലും PSCക്കുള്ളിൽ നടത്തിയ ക്രമക്കേടുകൾ കൂടുതൽ പുറത്തു വരികയാണ്. ഏറ്റവും പുതിയ വിവാദം എങ്ങനെ? ഗുഡ് മോർണിംഗ് സേതു. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച ആദ്യ വാർത്തകൾ പുറത്തുവിട്ടത് ന്യൂസ് മലയാളമാണ്. ആ വാർത്തയോടനുബന്ധിച്ച് തന്നെ നമ്മൾ പറഞ്ഞതാണ് 2019 ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകളിലടക്കം ഇത്തരത്തിൽ ക്രമക്കേടുണ്ട്. അപ്പോൾ ഈ ക്രമക്കേടുകളുടെ വ്യാപ്തി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നേരത്തെ IG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു 3 അംഗ സംഘം, അതായത് SP-യും DSP-യും അടക്കമുള്ള 3 അംഗ സംഘമായിരുന്നു. എന്നാൽ ഈ പറയുന്ന ഓരോ ദിവസവും ആസൂത്രണ ബോർഡിലെ പരീക്ഷകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. ഇതിലെ ഓരോ കണ്ടെത്തലുകളിലേക്കും കൂടുതൽ ആൾക്കാർ പരാതിയുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണ സംഘം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്നലെ PSC ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് IG അജിത ബീഗം അടക്കം PSC ചെയർമാനെ സന്ദർശിച്ചിരുന്നു. അന്ന് ആ ഒരു ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞത്, നമ്മൾ ഈ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു, കൂടുതൽ PSCയുടെ ഒരു സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ആവശ്യപ്പെടുന്ന രേഖകൾ കൂടി ഹാജരാക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ പറയുന്ന ആസൂത്രണ ബോർഡിലെ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം വഴിയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഓൺ സ്ക്രീൻ സംവിധാനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും IT വിദഗ്ധരെ കൊണ്ട് മാത്രമാണ് ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിലെ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത്. കാരണം 100 മാർക്കിൽ 58 മാർക്കിനും പരിശോധിക്കാതെയാണ് 1ാം റാങ്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇത് കൃത്യമായിട്ട് PSC ആസ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതാണ് എത്ര മാർക്കിനാണ് ഇവർ മൂല്യനിർണ്ണയം നടത്തിയെന്ന്. പക്ഷേ ഇതൊന്നും പരിശോധിക്കാതെയാണ് ഈ 42 മാർക്കിന് മാത്രം മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് ഇടത് സംഘടനാ നേതാവിനെ 1ാം റാങ്കിലേക്ക് കൊണ്ടുവന്നത്. 2019 ഇതിന് സമാനമായ ഒരു തട്ടിപ്പ് നടന്നതായിട്ട് പറയുന്നു. അന്ന് അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത്. അന്ന് 3 ചീഫ് തസ്തികകളിൽ 40 മാർക്കിന് 38, 36 മാർക്ക് നൽകി കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കൾക്ക് ഇത്തരത്തിൽ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിൽ 1ാം റാങ്ക് നൽകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് എഴുത്തു പരീക്ഷയിൽ 91.75 മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും അഭിമുഖത്തിന് PSC 40-ൽ 11 മാർക്ക് നൽകിയപ്പോഴാണ് എഴുത്തു പരീക്ഷയിൽ പിന്നിലായവർക്ക് 40-ൽ 38, 36 മാർക്ക് നൽകി 1ാം റാങ്കിലേക്ക് എത്തിച്ചത്. ഇതിനെതിരെ അന്ന് സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവസാനം 2022 തുടർന്ന് അന്ന് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞാണ് PSC തടി ഊരിയത്. കൂടാതെ 19-ൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ 22-ൽ വിരമിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ഇത്തവണ അതിനുശേഷം ഇറങ്ങിയ ആസൂത്രണ ബോർഡിലാണ് ഈ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാർക്ക് ലിസ്റ്റുകൾ ഒഴിവാക്കി, അതായത് എഴുത്തു പരീക്ഷയിലെയും അഭിമുഖത്തിലെയും മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു 1ാം സ്ഥാനം നൽകിയത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ അഭിമുഖത്തിലടക്കമുള്ള മാർക്കുകൾ വീണ്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അത് ഉദ്യോഗാർത്ഥികൾ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു ഭയം തന്നെയാണ് ഇത്തവണ അത്തരത്തിലൊരു റാങ്ക് ലിസ്റ്റിൽ മാർക്കുകൾ ഉൾപ്പെടുത്താതെ PSC ഇറക്കിയത്. കൂടാതെ ഈ ഉത്തരക്കടലാസുകൾ ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ 1 വർഷമായി PSC ഉത്തരക്കടലാസുകൾ നൽകിയില്ല എന്നുള്ളത് തന്നെ ഒരു ക്രമക്കേട്, അല്ലെങ്കിൽ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നത്. കാരണം ഇതിൽ എന്തെങ്കിലും ഈ പറയുന്ന മൊഴികളിൽ ഒരു ക്രൈം ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ കേസെടുത്ത് മുന്നോട്ട് പോകൂ. എന്തായാലും PSCയോട് ഇക്കാര്യത്തിൽ ഒരു സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്.